ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോസ്റ്റൽ റൂം ടൂർ ആട്ടോ. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് മെഡോണ ഹോസ്റ്റലിലാണ്. അതായത് കോളേജിൻ്റെ തന്നെ ഹോസ്റ്റലാണ്. കോളേജിൻ്റെ ഉള്ളിലാണ് ഈ ഹോസ്റ്റൽ ഇരിക്കുന്നത്. ആൻഡ് എൻ്റെ ഫ്ലോർ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഫസ്റ്റ് ഇയറിലാണെങ്കിൽ ഈ റൂം കിട്ടിയേക്കുന്നത്. ഞാൻ സെക്കൻഡ് ഇയറിൽ പോകുമ്പോൾ എനിക്ക് റൂം ഒബ്വിയസ്ലി ചേഞ്ച് ആവും. തേർഡ് ഇയറിൽ വേറെ റൂം, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പെർമനൻറ്റ് റൂം കിട്ടില്ല കേട്ടോ. റൂമിലോട്ട് ആദ്യം കയറുമ്പോൾ കാണുന്നത് സ്റ്റഡി ഏരിയയാണ്. ഞങ്ങൾക്ക് 3 ഷെയർ ആണ്. ഇത് എൻ്റെ ടേബിളാണ് ആൻഡ് അത് രണ്ടും എൻ്റെ റൂംമേറ്റ്സിൻ്റെ. ഈ 3 പ്ലാസ്റ്റിക് ചെയേഴ്സും ഹോസ്റ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാട്ടോ. ആൻഡ് ഞങ്ങൾക്ക് ഈ ടേബിളിൻ്റെ അടിയിലായിട്ട് ഒരു ഏരിയ ഉണ്ട്. അവിടെ ഞാൻ യോഗ മാറ്റ്സ്, ബാഗ്, യൂസ് ചെയ്യാത്ത ചെപ്പൽസ് ഒക്കെ സൂക്ഷിക്കാൻ വെച്ചേക്കുവാണ്. ആൻഡ് ഞങ്ങൾക്ക് മിറേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് മിറേഴ്സ് കൊണ്ടുവരണം. പിന്നെ 3 പേർക്കുമായിട്ട് ടേബിളിൽ അവിടെ തന്നെ സോക്കറ്റ്സ് ഉണ്ട്. അതല്ലാതെ ഒരു എക്സ്ട്രാ സോക്കറ്റ് ഉണ്ട്. ഞങ്ങളുടെ റൂമത്തെ കബോർഡ് ഓപ്പൺ ആട്ടോ. ആൻഡ് ഞാൻ ഏറ്റവും മേലെ കുറച്ച് ബുക്സും അതുപോലെ യൂസ് ചെയ്യാത്ത സാധനങ്ങളും വെച്ച്. സെക്കൻഡ് വണ്ണിൽ ഞാൻ സ്കിൻ കെയർ ഐറ്റംസ്, മെഡിസിൻസ്, പ്ലേറ്റ്, ഗ്ലാസ് അങ്ങനത്തെ സാധനങ്ങളാണ് വെച്ചത്. തേർഡിൽ എൻ്റെ ഡ്രസ്സുകളും ഫോർത്തിൽ ടോയ്ലറ്ററീസ് ഒക്കെ. എക്സാമിന് വേണ്ടി വന്നതുകൊണ്ട് തന്നെ ഞാനൊന്നും അങ്ങനെ അൺപാക്ക് ചെയ്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഡ്രസ്സ് മാത്രമേ പുറത്ത് വെച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് 4 ഹാങ്ങേഴ്സ് ഉണ്ട്. അതിൽ 3 ഞങ്ങൾ ഇൻഡിവിജ്വലി യൂസ് ചെയ്യും. ഒന്ന് കോമൺ ആട്ടോ. ഞങ്ങൾ ചിലപ്പോൾ ജാക്കറ്റ്സ് ഒക്കെ വെക്കാനായിരിക്കും. ഇതാണ് ഞങ്ങളുടെ ബെഡ് സ്പേസ്. 3 കട്ടിലിട്ടിട്ടുണ്ട്. ഇതെൻ്റെ ആൻഡ് ഇത് രണ്ടും എൻ്റെ റൂംമേറ്റ്സിൻ്റെ ആട്ടോ. അതല്ലാതെ ഞാൻ എക്സ്ട്രാ ലഗേജസ് ഒക്കെ സൂട്ട് കേസിൽ തന്നെ പാക്ക് ചെയ്ത് വെച്ചേക്കുക. ഒന്നും പുറത്തിട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് സ്റ്റഡി ഏരിയയുടെ അവിടെ തന്നെ 2 ട്യൂബ് ലൈറ്റ്സ് ഉണ്ട്. അതല്ലാതെ ഈ കിടക്കുന്ന ഭാഗത്ത് ഒരു ലൈറ്റ് ഉണ്ട്. പിന്നെ ഒരു ലൈറ്റ് പുറത്തുണ്ട് ആൻഡ് ഒരു വിൻഡോ ഉണ്ട് കേട്ടോ ഉള്ളിൽ. ഞങ്ങൾക്ക് ഇവിടെ അലക്കണ്ട കേട്ടോ. ഡ്രസ്സൊന്നും ലോണ്ട്രിക്ക് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ അലക്കേണ്ട ഡ്രസ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലൈക്ക് ഇന്നേഴ്സ് ഒക്കെയാണ്. അത് ഉണക്കിയിടാനുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ആൻഡ് ഇവിടുന്ന് മാത്രമേ ഞങ്ങൾക്ക് സൺലൈറ്റ് കിട്ടുള്ളൂ. ഈ അയയൊക്കെ ഞങ്ങൾ തന്നെ കേട്ടോ കെട്ടിയത്. ഇവിടെ ഉണ്ടായിരുന്നു, ബട്ട് അത് പഴയതായതുകൊണ്ട് ഞങ്ങൾ പുതിയതായി കെട്ടി. പിന്നെ ബക്കറ്റ്സ് ഒക്കെ ഇവിടെ തന്നെയാണ് വെക്കുന്നത്. ആൻഡ് ഞാനുള്ളത് ഓൾഡ് ബ്ലോക്കിലാണ്. ഇവിടെ പ്രീമിയം ബ്ലോക്ക് ഉണ്ട്, അതായത് ഇപ്പം കിട്ടിയൊരു ബ്ലോക്ക് ഉണ്ട്. അവിടുത്തെ റൂമുകൾ പ്രീമിയം റൂംസ് ആണ്. അവിടെ അറ്റാച്ച്ഡും ഉണ്ട്, നോൺ അറ്റാച്ച്ഡും ഉണ്ട്. പിന്നെ കുറച്ചും കൂടി വൃത്തി കൂടുതലാണ്. ആൻഡ് ഇവിടെ എന്ന് പറയുമ്പോൾ നോൺ അറ്റാച്ച്ഡ് മാത്രമേ ഉള്ളൂ. സോ ഞാൻ എന്തിനാ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചുമ്മാ കേട്ടോ, ഇങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കോളേജിൽ ഇനി പഠിക്കാൻ വരുന്ന പിള്ളേർ, ലൈക്ക് അഡ്മിഷൻ എടുത്തവരെ എടുക്കാൻ പോകുന്നവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, എങ്ങനെയുണ്ട് അവരുടെ ഹോസ്റ്റൽ എന്നൊക്കെ അറിയാൻ. സോ ചില സമയത്ത് അവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ലൈക്ക് മരിയൻ കോളേജ് ഹോസ്റ്റലാണോ എന്നൊക്കെ നമുക്ക് കാണാമല്ലോ. സോ അത്രയും ഉള്ളൂ. പിന്നെ ചുമ്മാ ജസ്റ്റ് ടൈം പാസ്.